കഥ. ഇത്തിരി കൂടി വളർന്നപ്പോൾ തൻ്റെ പിതാവിൻ്റെ ഓർമ്മകളും അതോടൊപ്പം തൻ്റെ പിതാവിൻ്റെ മരണാവസ്ഥകളും ഇതൊക്കെയാണ് കവി തൻ്റെ കവിതയിൽ കൂടി തുറന്നു കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇതാ വയലാറിൻ്റെ ആത്മാവിലൊരു ചിത. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം നിശബ്ദത പോലും അന്നോ നിശബ്ദമായി വന്നവർ നാലുകെട്ടിൽ തങ്ങി നിന്നു പോയി ഞാൻ നിഴലുകൾ മാതിരി ഇത്തിരി ചാണകം തേച്ച വെറും നിലത്തച്ഛനുറങ്ങാൻ കിടന്നതെന്തിങ്ങനെ വീടിനകത്ത് കരഞ്ഞു തളർന്നമ്മ വീണുപോയി നേരം വെളുത്ത നേരം മുതൽ വാരിയെടുത്തെന്നെ ഉമ്മ വെച്ചമ്മയെന്നോരോന്ന് ചൊല്ലിക്കരഞ്ഞതോർക്കുന്നു ഞാൻ. നൊമ്പരം കൊണ്ടു വിതുമ്പി ഞാൻ എൻ കളിപ്പമ്പരം കാണാതിരുന്നതു കാരണം വന്നവർ എന്നെ നോക്കിക്കൊണ്ട് നിന്നു നെടുവീർപ്പിടുന്നതെന്തിങ്ങനെ ഒന്നും എനിക്കു മനസ്സിലായില്ല. അച്ഛനിന്നുണരാത്തതും ഉമ്മ തരാത്തതും ഒച്ചയുണ്ടാക്കുവാൻ പാടില്ല ഞാൻ. എൻ്റെ അച്ഛനുറങ്ങി ഉണർന്നെണീക്കും വരെ പച്ചപ്പിലാവിലത്തൊപ്പിയും വെച്ചുകൊണ്ട് അച്ഛൻ്റെ കൺപീലി മെല്ലെ തുറന്നു ഞാൻ. പെയ്തു തോരാത്ത മിഴികളുമായി കൈതട്ടി മാറ്റി പതുക്കയൻ മാതുലൻ എന്നെ ഒരാൾ വന്നു തോളത്തിട്ട് കൊണ്ടുപോയി. കണ്ണീരയാളിലും കണ്ടു ഞാൻ. എന്തു കണ്ടാണ് അച്ഛനിന്നുണരാത്തതെന്നെന്നെ എടുത്തയാളോട് ചോദിച്ചു ഞാൻ. കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്നയാൾ നെഞ്ചകം പിന്നി പറഞ്ഞു മറുപടി. ഏതാണ്ട് അപകടമാണ് അച്ഛനെന്നോർത്തു വേദനപ്പെട്ട് ഞാനൊന്നാശ്വസിച്ചുപോയി. ആലപ്പുഴയ്ക്കു പോയെന്ന് കേൾക്കുന്നത് പോലൊരു തോന്നലാണുണ്ടായതെപ്പോഴും. ആലപ്പുഴയ്ക്ക് പോയി വന്നാൽ എനിക്കെൻ്റെ അച്ഛൻ ഓറഞ്ച് വാങ്ങി തരാറുള്ളതോർത്തു ഞാൻ. അച്ഛൻ മരിച്ചതേയുള്ളൂ. മരിക്കുന്നതത്ര കുഴപ്പമാണെന്നറിഞ്ഞില്ല ഞാൻ. എന്നിട്ടും അങ്ങേ പുറത്തെന്തിനാണമ്മ കരയുന്നതെപ്പോഴും? ചാരത്തു ചെന്നു ഞാൻ ചോദിച്ചിതമ്മയോട് ആരാണ് കൊണ്ട് കളഞ്ഞതൻ പമ്പരം. കെട്ടിപ്പിടിച്ചമ്മ പൊട്ടിക്കരഞ്ഞു പോയി. കുട്ടനെ ഇട്ടിച്ചു പോയതെന്തിങ്ങനെ? അച്ഛനുണ്ടപ്പുറത്തിത്തിരി മുൻപു ഞാൻ അച്ഛനെ കണ്ടതാണുത്തരം നൽകി ഞാൻ. അമ്മ പറഞ്ഞു, മകനെ നമുക്കിനി നമ്മളെയുള്ളൂ. നിന്റെ അച്ഛൻ മരിച്ചുപോ. വെള്ളമൊഴിച്ചു കുളിപ്പിച്ചൊരാൾ പിന്നെ വെള്ളമുണ്ടിട്ടു പുതപ്പിച്ചതച്ഛനെ. താങ്ങിപ്പുറത്തേക്കെടുത്തു രണ്ടാളുകൾ. ഞാൻ കണ്ടു നിന്നു കരയുന്നു കാണികൾ. അമ്മ ബോധം കെട്ടു വീണുപോയി.
ചിതാഗ്നിക്കു വലം വെച്ചു ഞാൻ എന്തിനച്ഛനെ തീയിൽ കിടത്തി